ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. ധ്യാനപീഠ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേർഡ്സ് 23 and 24. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായിട്ട് വായിച്ച് കേട്ടത്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം പത്രോസ് എഴുന്നേറ്റ് നിന്ന് നടത്തുന്ന തൻ്റെ 1-ാമത്തെ പ്രസംഗമാണ്. വളരെ മനോഹരമായ ഒരു പ്രഭാഷണം. നിരവധി ആളുകൾ ആ പ്രഭാഷണം കേൾക്കുവാനായിട്ടുണ്ട്. ആ പ്രഭാഷണത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിയായിട്ട് ഈ വ്യക്തിത്വം പറയുന്ന ചില വിശേഷതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലേറ്റവും പരമപ്രധാനമായി ഇന്ന് പ്രഭാതത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദപ്രയോഗമാണ്, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനത്തോട് പ്രഥമ പ്രസംഗത്തിൽ തന്നെ പത്രോസ് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പത്രോസ് പറയുമ്പോൾ തൻ്റെ കേൾവിക്കാർക്കെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ടറിയാം. ചില ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ക്രൂശീകരണവും പുനരുത്ഥാനവുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പറയുമ്പോൾ വളരെ ആധികാരികതയോടെയാണ് പത്രോസ് പറയുന്നത്, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. ആ പുരുഷന്റെ 3 പ്രത്യേകതയാണ് പത്രോസിന് ഇവിടെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഉള്ളത്. ഈ പ്രഭാതത്തിൽ ആ 3 ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരട്ടെ. ഒന്ന്, ദൈവം കാണിച്ചു തന്ന പുരുഷനായ നസറേനായ യേശു എന്നാണ് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നസറത്തുകാരനായ യേശു ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും സുപരിചിതനായിട്ട് തീർന്നിരിക്കുകയാണ്. മറ്റാർക്കുമില്ലാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ വ്യക്തിത്വത്തിൽ ആളുകൾക്ക് ദർശിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരിഗണനയുമില്ലാതെ ആരാലും യാതൊരു നിലയിലും ഉച്ചരിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു ദേശമായിരുന്നു നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം. എന്നാൽ യേശു പിന്നീട് അറിയപ്പെട്ടത് നസ്രത്തുകാരൻ എന്ന നിലയിലായിരുന്നു. യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വരുമ്പോൾ ആരവാരം ഇരമ്പി വരികയും ഇവൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നസ്രത്തുകാരനായ യേശു എന്നായിരുന്നു. അപ്പോൾ നസ്രത്ത് എന്ന പട്ടണം യാതൊരു പരിഗണനയും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ യേശു എന്ന ഏക വ്യക്തിയാൽ നസ്രത്ത് എന്ന പട്ടണം ഉന്നതമായിട്ട് തീർന്നു. അതുകൊണ്ട് തന്നെ പത്രോസും ഇവിടെ പറയാണ്, നസ്രത്തുകാരനായ യേശു, ആ വ്യക്തിത്വത്തെയാണ് ദൈവം നിങ്ങൾക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, ആരാലും പരിഗണന ഇല്ലാതിരുന്ന, യാതൊരു നിലയിലും ആരും ഒരു മൂല്യവും കൊടുക്കാതിരുന്ന ഒരു പട്ടണമായിരുന്ന നസ്രത്തിന്റെ അവസ്ഥയെ മാറ്റുവാനാണ് യേശു അവിടേക്ക് വന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം കാണിച്ചു തന്ന പുരുഷന്റെ 1-ാമത്തെ പ്രത്യേകത, മനുഷ്യന്റെ അവസ്ഥയെ മാറ്റുന്നവനായിരുന്നു ദൈവം കാണിച്ചു തന്ന പുരുഷൻ. 2-ാമത്തെ പ്രത്യേകത നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 24-ാം വാക്യം, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് എന്ന് നാം വായിക്കുന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി ഈ താണഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ മരിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിനൊരിക്കലും മരിക്കുവാൻ കഴിയാതിരിക്കെ മരിക്കുവാനായിട്ട് മനുഷ്യവേഷം ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന ശമ്പളമായിരിക്കുന്ന മരണം താൻ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിപ്പാൻ ഇടയായിട്ട് തീർന്നത് കൊണ്ട് പത്രോസ് പറയുകയാണ്, മരണപാശങ്ങളെ അഴിച്ചിട്ട്. അപ്പോൾ മരണത്തിന്റെ പാശങ്ങളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ടവനായിരുന്നു മനുഷ്യൻ. ആ മരണത്തിന്റെ ഭീതിയിൽ കടന്നിരുന്ന ആളുകളെ അവിടെ നിന്നും വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു എന്ന ദൈവം കാണിച്ചു കൊടുത്ത പുരുഷൻ ഈ മണ്ണിലേക്ക് വന്നത്. നാം വായിക്കുന്നത് പോലെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അതെ, യേശു മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചു കളയുവാനായിട്ട്, നമ്മെ മുക്തരാക്കി തീർക്കുവാനായിട്ട്
ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം കാണിച്ചു കൊടുത്ത പുരുഷന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ പ്രത്യേകത, അതിനൊടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യം ആയിരുന്നു. സകല മനുഷ്യരുടെയും ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് മരണമെന്ന 3 അക്ഷരം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതാണ് എന്ന ചിന്തയാണ്. എന്നാൽ മരണം കൊണ്ട് ഒടുങ്ങിത്തീർന്നു എന്ന് ആളുകൾ കരുതിയപ്പോൾ, അല്ല, റോമൻ ഗവൺമെന്റിന്റെ സീല് വെച്ചപ്പോൾ തീർന്നു എന്ന് ആളുകൾ കരുതിയ, പടയാളികൾ കാവൽ നിന്നതുകൊണ്ട് ആർക്കെങ്കിലും അകത്തുപോയി ഭൗതിക ശരീരം വെളിയിൽ കൊണ്ടുവരുവാനോ ഒരിക്കൽ പോലും കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റോമൻ പടയാളികളും മുദ്രയും എല്ലാം ഒരുപോലെ സജ്ജമാക്കിയിരിക്കുന്ന ആ കല്ലറയ്ക്കുള്ളിൽ പോലും അവനെ അടച്ചു വെക്കുവാൻ കഴിയുകയില്ലായിരുന്നു. മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയാതെ മരണത്തിന്റെ മേൽ അധികാരമുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവം കാണിച്ചു കൊടുത്ത പുരുഷൻ 3-ാം ദിവസം മരണത്തെ വന്ന് ഉയർത്തെഴുന്നേൽപ്പാനിടയായിട്ട് തീർന്നു. മരണത്തിനവിടെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് എത്ര ഉന്നതനാണ്! ദൈവം കാണിച്ചു തന്ന പുരുഷൻ, ആ പുരുഷന്റെ 3 പ്രത്യേകത: അവസ്ഥയെ മാറ്റുന്ന വ്യക്തിത്വമായിരുന്നു, മരണത്തിന്റെ പാശങ്ങളെ അറുത്തുകളഞ്ഞ വ്യക്തിത്വമായിരുന്നു. 3, മരണത്തിന് പോലും പിടിച്ചു വെക്കുവാൻ കഴിയാതെ മരണത്തിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായിട്ട് തീർന്ന വ്യക്തിത്വമായിരുന്നു. ആദ്യഫലമായി മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമുക്കായി സ്വർഗത്തിൽ ജീവിക്കുന്നു. നമ്മുടെ അവസ്ഥയെ മാറ്റി, നമ്മുടെ മരണഭീതിയെ മാറ്റി ജീവനുള്ളവരാക്കി നമ്മെ തീർത്ത നമ്മുടെ കർത്താവിന് ഇന്ന് പ്രഭാതത്തിൽ സകല മഹത്വം അർപ്പിക്കാം. ദൈവം കാണിച്ചു കൊടുത്ത പുരുഷനായ നസ്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാം. അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ആദമ്യ പാപത്തിൻ ശാപം തീർപ്പാൻ പുത്രനെ ക്രൂശിൽ തകർത്ത സ്നേഹം ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും. വാഴ്ത്തുന്നു നിന്നെ ഞാൻ യേശുനാഥ, ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും. വാഴ്ത്തുന്നു നിന്നെ ഞാൻ യേശുനാഥ. കാലങ്ങൾ എത്ര ഞാൻ വ്യർത്ഥമാക്കി, ക്രൂശിലെ സ്നേഹത്തെ തള്ളി നീക്കി. എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ,